ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മുഴുവൻ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൃത്യസമയത്ത് ഇടപെട്ടു. അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്ന് വീണ്ടും അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്രെഡിറ്റ് തട്ടാൻ ട്രംപ് ശ്രമിക്കേണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ സമ്മർദ്ദം ഫലം കണ്ടു. ബ്രിട്ടൻ സന്ദർശനത്തിനിടെ പുടിന് ട്രംപിന്റെ അടുത്ത അന്ത്യശാസനം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന കരാറിനായുള്ള പുടിനുള്ള സമയപരിധി 12 ദിവസമായി വെട്ടിക്കുറച്ച് ട്രംപ്. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ UK-ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്വന്തം ലേബർ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമേറുന്നു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗദി അറേബ്യയും ഫ്രാൻസും മുൻകൈയെടുത്തുള്ള 3 ദിവസത്തെ സമ്മേളനം ഐക്യരാഷ്ട്രസഭയിൽ ആരംഭിച്ചു. ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും $300 മില്യൺ കൈമാറാൻ ലോക ബാങ്കിന്റെ അനുമതി തേടുകയാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലും അയൽ പ്രദേശത്തും ഉണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 30-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർക്കും. കംബോഡിയയുമായുള്ള വെടിനിർത്തൽ കരാർ തായ് സൈന്യം ലംഘിച്ചതായി റിപ്പോർട്ട്. എന്നാൽ കരാർ ഒപ്പിട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം കംബോഡിയ തായ് പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതായി തായ്ലൻഡ് സൈന്യം ആരോപിച്ചു. വടക്കൻ അയർലൻഡിലെ കൗണ്ടി ഫെർമാൻ നഗറിൽ നടന്ന വെടിവയ്പിൽ പരിക്കേറ്റ 4ാമത്തെ വ്യക്തിയും മരിച്ചു. ബുധനാഴ്ച മാക്വില്ലിയേഴ്സ് ബ്രിഡ്ജിൽ നടന്ന വെടിവയ്പിൽ കൗണ്ടി ക്ലെയറിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടറും 2 മക്കളും കൊല്ലപ്പെട്ടിരുന്നു. പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. വിസ സേവനങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പരസ്യങ്ങളും വാഗ്ദാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് UAE. ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്ന 40 റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കെതിരെ ദുബായ് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ നടപടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മുഴുവൻ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്ന് വീണ്ടും അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സ്കോട്ട്ലൻഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള 6 പ്രധാന യുദ്ധങ്ങൾ തടയാൻ സാധിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഈ നില തുടർന്നാൽ ഇരു രാജ്യങ്ങളുമായി വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇതോടെയാണ് യുദ്ധം ഒഴിവായതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് തട്ടാൻ ട്രംപ് തുനിയേണ്ടെന്ന മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നൽകിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ സമ്മർദ്ദം ഫലം കണ്ടു. ബ്രിട്ടൻ സന്ദർശനത്തിനിടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന കരാറിനായുള്ള പുടിനുള്ള സമയപരിധി 12 ദിവസമായി വെട്ടിക്കുറച്ച് ട്രംപ്. ഇന്നു മുതൽ ഏകദേശം 12 ദിവസത്തെ പുതിയ സമയപരിധി നിശ്ചയിക്കാൻ പോകുന്നു എന്ന് കെയർ സ്റ്റാമറുമായി മാധ്യമങ്ങളെ കാണവേ ഒരു ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു. 50 ദിവസം കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. സമാധാന ചർച്ചകൾ ഒരു പുരോഗതിയും തങ്ങൾ കാണുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ഇസ്താംബൂളിൽ റഷ്യൻ ഉക്രൈൻ നയതന്ത്രജ്ഞർ കൂടിക്കാഴ്ച നടത്തി. തടവുകാരുടെ കൈമാറ്റത്തിൽ കൂടുതൽ കാര്യങ്ങൾ ധാരണയിലെത്തി. ഓഗസ്റ്റ് അവസാനത്തോടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു ഉച്ചകോടി നടത്താൻ ഉക്രൈൻ നിർദ്ദേശിച്ചു. എന്നാൽ അത്തരമൊരു കൂടിക്കാഴ്ച ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നായിരുന്നു റഷ്യയുടെ മറുപടി. ഇസ്താംബൂളിൽ നടക്കുന്ന 3ാമത്തെ ചർച്ചയായിരുന്നു ഈ കൂടിക്കാഴ്ച. പുടിൻ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ UK-ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്വന്തം ലേബർ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമേറുന്നു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗദി അറേബ്യയും ഫ്രാൻസും മുൻകൈയെടുത്തുള്ള 3 ദിവസത്തെ സമ്മേളനം ഐക്യരാഷ്ട്രസഭയിൽ ആരംഭിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാനപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുള്ള ഒരു വേദിയായി സമ്മേളനം പ്രവർത്തിക്കുമെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ട് പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ബാരറ്റ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും UK-യും കേന്ദ്രീകരിച്ചാണ് ഊഹാപോഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്താൻ ലേബർ MPമാരിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഗാസയിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടാൻ ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും $300 മില്യൺ കൈമാറാൻ രാജ്യം ലോകബാങ്കിന്റെ അനുമതി തേടുകയാണെന്നും സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് പറഞ്ഞു. സെപ്റ്റംബറിൽ പാരീസ് ഫലസ്തീൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തിങ്കളാഴ്ച സമ്മേളനം ആരംഭിച്ചത്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലും അയൽ പ്രദേശത്തുമുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 30-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു.
തിങ്കളാഴ്ച അർദ്ധരാത്രി വരെ ബീജിംഗിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ മിയുങ് ജില്ലയിൽ 28 പേരും യാങ് ജില്ലയിൽ 2 പേരും മരിച്ചതായി സംസ്ഥാന ചാനലായ CCTV അറിയിച്ചു. തിങ്കളാഴ്ച അയൽ രാജ്യമായ ഹെബെയിൻ പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 4 പേർ മരിച്ചു. 8 പേരെ ഇപ്പോഴും കാണാതായി. കംബോഡിയയുമായുള്ള വെടിനിർത്തൽ കരാർ തായ് സൈന്യം ലംഘിച്ചതായി റിപ്പോർട്ട്. എന്നാൽ കരാർ ഒപ്പിട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം കംബോഡിയ തായ് പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതായി തായ്ലൻഡ് സൈന്യം ആരോപിച്ചു. പരസ്പരം തമ്മിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ മനഃപൂർവ്വമായ ലംഘനമായിരുന്നു എന്ന് തായ് സൈനിക വക്താവ് മേജർ ജനറൽ വിൻതായ് സുവാരി വ്യക്തമാക്കി. 38 പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്ത 5 ദിവസത്തെ പോരാട്ടം നിരുപാധികം അവസാനിപ്പിക്കാൻ തിങ്കളാഴ്ച മലേഷ്യയിൽ തായ്ലൻഡും കംബോഡിയയും ഒരു കരാറിലെത്തിയിരുന്നു. വടക്കൻ അയർലൻഡിലെ കൗണ്ടി ഫെർമാനാഗിൽ നടന്ന വെടിവയ്പിൽ പരിക്കേറ്റ 4ാമത്തെ വ്യക്തിയും മരിച്ചു. ബുധനാഴ്ച മാക്വെല്ലേഴ്സ് ബ്രിഡ്ജിൽ നടന്ന വെടിവയ്പിൽ കൗണ്ടി ക്ലെയറിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ വനേസ വൈറ്റ്, അവരുടെ മകൻ ജെയിംസ്, മകൾ സാറ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ഇവർക്കൊപ്പം വെടിയേറ്റ 43-കാരനായ ഇയാൻ റൂട്ട്ലെജ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ മരിച്ചുവെന്ന് വടക്കൻ അയർലൻഡ് പോലീസ് സർവീസ് വ്യക്തമാക്കി. കൃത്യം നടത്തിയത് ആരാണെന്നും ഉദ്ദേശം എന്താണെന്നും കണ്ടെത്തിയിട്ടില്ല. വനേസ വൈറ്റും സാറയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു. പരിക്കേറ്റ ഇയാൻ എയർ ആംബുലൻസിൽ ബെൽഫാസ്റ്റിലെ റോയൽ വിക്ടോറിയ ആശുപത്രിയിലും ജെയിംസിനെ ആംബുലൻസിലെ എനിസ്കിനിലെ ആശുപത്രിയിലും എത്തിച്ചു. അവിടെ വെച്ചാണ് ജെയിംസ് മരിച്ചത്. വെടിവയ്പിനെ പറ്റി പോലീസ് അന്വേഷണം ശക്തമാക്കി. ബ്രിട്ടീഷ് ബ്ലൂബെറിയുടെ വിളവെടുപ്പ് ഈ വർഷം ഏകദേശം 4-1 വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഓഗസ്റ്റ് അവസാനത്തോടെ ഏകദേശം 5133 ടൺ വിളവെടുക്കാമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ലഭിച്ചത് ഏകദേശം 4187 ടൺ ആയിരുന്നു. ശക്തമായ വെളിച്ചവും മഴയുടെ അഭാവവും കാരണം ബ്രിട്ടനിലെ ഇത്തവണത്തെ ബ്ലൂബെറി സീസൺ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു. തൊഴിലാളികളുടെ ചെലവ് കുറയ്ക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി കർഷകർ ഓട്ടോമേറ്റഡ് പറിച്ചെടുക്കലിലും മറ്റ് രീതികളിലും നിക്ഷേപം നടത്തുന്നതിനാൽ വിളനഷ്ടം കുറവാണ്.